എല്ലാറ്റിനും ആരോപണം ഉന്നയിക്കുകയും CBI അന്വേഷണമോ അല്ലെങ്കിൽ മറ്റ് കേന്ദ്ര ഏജൻസി അന്വേഷണമോ ആവശ്യപ്പെടുന്ന കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അദ്ദേഹത്തിനെതിരായി ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളെ സംബന്ധിച്ച് അന്വേഷണത്തിന് തയ്യാറാവുകയാണ് വേണ്ടത്. അന്വേഷണം നേരിടാൻ തയ്യാറാവുകയാണ് വേണ്ടത്. കേരളത്തിലെ വിജിലൻസ് അന്വേഷണം നടത്തുന്നതിന് വേണ്ടി കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കുന്നതിന് CBI കൊണ്ട് അന്വേഷിക്കുന്നതിന് വിജിലൻസ് കേരള ഗവൺമെൻറ്റിന് ശുപാർശ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും VD സതീശൻ്റെയും പ്രതികരണം ഈ വസ്തുതകളെ, ഈ യാഥാർത്ഥ്യങ്ങളെ അംഗീകരിച്ചുകൊണ്ടുള്ള രീതിയിലല്ല. തൊട്ടതിനൊക്കെ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെടുന്ന കോൺഗ്രസ് നേതൃത്വം ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പ് സമൂഹത്തിൻ്റെ മുമ്പിലുണ്ട്. യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിൽ സംശുദ്ധിയോടുകൂടി സമീപിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ VD സതീശൻ ഇപ്പോൾ ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങളിൽ അന്വേഷണത്തിന് നേരിടാൻ സന്നദ്ധമാവുകയാണ് ചെയ്യേണ്ടത്. അതിനനുസൃതമായ നിലപാട് സ്വീകരിക്കുക എന്നതാണ് അവർ ഈ പ്രശ്നത്തിൽ സ്വീകരിക്കേണ്ടത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ് കേരളത്തിലുള്ളത് എന്നുള്ളത് കൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെതിരായി സമീപിക്കുന്ന പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ നിലപാട് ഈ കാര്യത്തിൽ വ്യക്തമാക്കേണ്ടതാണ്. കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നിലപാടും ഈ കാര്യത്തിൽ വ്യക്തമാക്കേണ്ടതുണ്ട്. സതീശൻ പ്രതികരിച്ചിരിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ്, തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഒരു നീക്കം നടത്തുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. ഇവിടെ കേരളത്തിൽ പലർക്കെതിരായിട്ടും ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടല്ലോ. സ്ഥിരമായി ആരോപണം ഉന്നയിക്കുന്നവരിൽ പെടുന്ന ഒരാളാണല്ലോ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് സതീശൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകളെല്ലാം സമൂഹം മനസ്സിലാക്കുന്നതാണ്. രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ള നിലയ്ക്ക് അവർക്കെതിരെ UDFനോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കെതിരായിട്ടോ ആരോപണം വരുമ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതം എന്ന നിലപാട് സ്വീകരിക്കുന്നത് വസ്തുതയിൽ നിന്ന് മാറി നിൽക്കുന്നതിന് വേണ്ടിയുള്ള സമീപനത്തിൻ്റെ ഭാഗമാണ്. കേരളീയ സമൂഹം ഈ കാര്യങ്ങളിലെല്ലാം വ്യക്തത വരുത്തി നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.